അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ള മക്കളെ, നമ്മളൊക്കെ 2ാം ക്ലാസ്സിലാണല്ലേ. നാളത്തെ പരീക്ഷയുടെ വിഷയം ലിസാനുൽ ഖുർആനാണ്. നമുക്ക് ഇൻഷാ അല്ലാഹ് ഉഷാറായിട്ട് എഴുതണ്ടേ? ഇൻഷാ അല്ലാഹ് അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. വളരെ എളുപ്പത്തിൽ നമുക്ക് പരീക്ഷ എഴുതാൻ പറ്റും. പ്രത്യേകിച്ച് രക്ഷിതാക്കൾക്കൊക്കെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കുകയും ഒക്കെ ചെയ്യാൻ പറ്റുന്ന രൂപത്തിലാണ്. എഴുതേണ്ട രൂപങ്ങളൊക്കെ ഒന്ന് നമ്മുടെ മനസ്സിലൊക്കെ ഉണ്ടാകും. എങ്കിൽ പോലും പരീക്ഷയുടെ മുമ്പ് ഒന്ന് നമ്മളൊക്കെ റിവിഷനൊക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ അതുപോലെ നമുക്കൊരു ചോദ്യപേപ്പർ നമുക്കൊന്ന് റിവിഷൻ ചെയ്യാം. സാധാരണ നമ്മളൊക്കെ പരീക്ഷ എഴുതുമ്പോൾ നല്ല ഉഷാറായിട്ട് 2ാം ക്ലാസ്സിലെ കുട്ടികളൊക്കെ ആകുമ്പോൾ പെന്നുകൊണ്ട് എഴുതണതിന് മുമ്പ് പെൻസിലുകൊണ്ടൊക്കെ എഴുതും അല്ലേ. ഇനി അഥവാ വല്ല തെറ്റുകളൊക്കെ വരികയാണെങ്കിൽ ഒന്ന് മായ്ച്ചിട്ട് വീണ്ടും എഴുതാൻ പറ്റും. അപ്പോൾ എഴുതുമ്പം പെൻസിലുകൊണ്ട് എഴുതാം. ഇൻഷാ അല്ലാഹ് എങ്ങനെ എഴുതിയാലും വേണ്ടില്ല, ഉത്തരം ഉറപ്പായതിനു ശേഷം മാത്രം കറക്റ്റ് എഴുതി വെക്കുക. ചോദ്യങ്ങളൊക്കെ എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഉസ്താദിനോട് ചോദിച്ച് നല്ലോണം മനസ്സിലാക്കിയിട്ട് ഉത്തരം എഴുതിയാൽ മതി. വളരെ എളുപ്പത്തിൽ എഴുതാൻ കഴിയും. ഇതിൽ സാധാരണ നമുക്കൊക്കെ വരാറുള്ളത് യോജിപ്പിക്കാനുള്ളതാണ്. സിൽ ബിൽ മുനാസിബി, യോജിച്ചത് ചേർക്കുക. 4 ബോക്സുകളാണുള്ളത്. 4 ബോക്സിൽ ഓരോ ഫോട്ടോ കൊടുത്തിട്ടുണ്ട് അല്ലേ. 4 ഫോട്ടോ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ പേര് അവിടെ കൊടുത്തിട്ടുണ്ട്. ഒന്നാമത്തെ കള്ളിയിലുള്ളത് അല്ലേ, ഒന്ന് നോക്കി, തത്തയാണ്. പിന്നെ ഉള്ളത് ഒരു പച്ചക്കറി, വെണ്ടക്ക അല്ലേ. പിന്നെ ബുർത്തുക്കാലാണ്, അതിൻ്റെ പേര് തന്നെ ബുർത്തുക്കാലാണ്. അപ്പം അതിന് സംശയം ഇല്ല. അടുത്തത് പൂച്ചയാണ് അല്ലേ. ബുർത്തുക്കാൽ എന്ന് പറഞ്ഞത് മധുര നാരങ്ങ, ഓറഞ്ച് എന്നൊക്കെ പറയും അല്ലേ. അപ്പം മക്കളെ, ഇതിന് നേരെ യോജിച്ച് നമുക്ക് അറിയുന്നത് വേഗം ഇതാ അല്ലേ. നമ്മൾ എപ്പോഴും വീട്ടിൽ പിന്നെ ഷോപ്പിലൊക്കെ പോയാൽ നമ്മൾ ആദ്യം എന്താ ചോദിക്കുക, എന്താ ബുർത്തുക്കാലുണ്ടോ എന്നാ ചോദിക്കുക. അപ്പം അതിൻ്റെ നേരെ അതാ ബുർത്തുക്കാലിൻ്റെ നേരെ എഴുതി കൊടുക്കുക. അത് വരച്ചു കൊടുത്താൽ മതി. നല്ല ഉഷാറായിട്ട് വളയാതെ വരച്ചു കൊടുക്കുക. രണ്ടാമത്തെ ആ കള്ളിയിലുള്ള നോക്കി, ബാമിയ, ഹിറത്തുൻ, ബബഗ, ബുർത്തുക്കാൽ, 4 എണ്ണം ഉള്ളത്. ഇപ്പോൾ ഇനി നമുക്ക് ബാക്കി 3 എണ്ണം നോക്കിയാൽ മതി. ഒന്നിൻ്റെ പേര് തന്നെ നമുക്ക് കിട്ടി. ഇനി ഇതല്ല വേറെ ഏത് ചോദിച്ചാലും നമ്മുടെ മനസ്സിൽ, ഞാൻ മാങ്ങ കൊടുത്തു, മാങ്ങൻ്റെ പേരെന്താ, മാഞ്ച എന്നാണെന്ന് അറിയും. ഇനി പശുവിൻ്റെ ഫോട്ടോ ആണ് കൊടുത്തതെങ്കിലോ ബക്കറത്തുൻ, കോഴി അല്ലേ. പൂങ്കോഴിയാണെങ്കിൽ ദീക്കുൻ, പിടക്കോഴിയാണെങ്കിൽ ദജാജത്തുൻ, ഇനി ഒരു വീടാണ് ബൈത്തുൻ. ഏതായാലും വേണ്ടി അതിന് നേരെ വരച്ചു കൊടുത്താൽ മതി. തത്തൊക്കെ പറയുന്ന പേരെന്താ അല്ലേ, ബബഗ. അപ്പം അതിനെ നേരെ വരച്ചു കൊടുക്കുക. ഏതാ മൂന്നാമത്തെ ബബഗ. വെണ്ടക്കൊക്കെ ബാമിയ എന്ന് പറയും. അപ്പം അത് വരച്ചു കൊടുക്കുക. പിന്നെ ഉള്ളത് ഏതാണ്, ഹിറത്തുൻ, പൂച്ച. അപ്പോൾ പൂച്ചക്ക് നേരെ വരച്ചു കൊടുക്കുക. അപ്പം അത് വളരെ എളുപ്പത്തിൽ നമുക്ക് വരച്ചു കൊടുക്കാൻ പറ്റും. ഇനി അതല്ല യോജിപ്പിക്കാനുള്ള, ഇനി ചിലപ്പോൾ എടുത്ത് എഴുതാനുണ്ടാവും. അപ്പം എന്ത് ചെയ്യുക, ഫസ്റ്റത്തെ കള്ളിയിൽ ഏതാണോ വലത് ഭാഗത്തുള്ള ഫസ്റ്റ് ഈ തത്തയുടെ ഭാഗം ഉണ്ടല്ലോ, അവിടെ ചിലപ്പോൾ ഇങ്ങനെ 4 ഇങ്ങനെ പേര് കൊടുത്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ 4 ഫോട്ടോ കൊടുത്തിട്ടുണ്ടാവും. ഇപ്പുറത്തുനിന്ന് നേരെ എടുത്ത് എഴുതാനൊക്കെ പേര് എഴുതാനാണെങ്കിൽ എന്ത് ചെയ്യുക, പിന്നെ ചിലപ്പോൾ ഒരു ബക്കറത്തും തന്നിട്ടുണ്ടാവും, അല്ലെങ്കിൽ ബബഗാവും തന്നിട്ടുണ്ടാവും. ഞാൻ അതിൻ്റെ അർത്ഥം എഴുതാനാണെങ്കിൽ അവിടെ കൊടുത്തിട്ടുണ്ടാവും ഓരോ അർത്ഥങ്ങൾ. അപ്പോൾ ബബഗ എന്നുള്ള തത്ത എന്ന് കൊടുത്താൽ തത്ത അതിനെ നേരെ എഴുതി കൊടുക്കുക. എങ്ങനെ എഴുതിയാലും വേണ്ടില്ല, ഉസ്താദിനോട് ചോദിക്കണം. പിന്നെ എങ്ങനെ ചോദ്യം വന്നാലും വേണ്ടില്ല, ഉത്തരം എഴുതേണ്ടത് നമുക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ ഉസ്താദിനോട് ചോദിക്കുക, ഇതെങ്ങനെ ഉത്തരം എഴുതേണ്ട രൂപം എങ്ങനെയാണെന്ന് ചോദിക്കുക. അപ്പോൾ ഉസ്താദ് പറഞ്ഞു തരും ഇൻഷാ അല്ലാഹ്. നമ്മളെന്ത് ചെയ്യുക, സംശയമുള്ള മാത്രം ചോദിച്ചാൽ മതി. ഇനി 2ാമത്തെ സെക്ഷൻ കണ്ടില്ലേ, അജിബ് അനിൽ അസ്ഇലത്തിൽ ആത്തിയ, താഴെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുക. ഉത്തരം എഴുതാനും വളരെ സിമ്പിളാണ്. ഇത് കണ്ടില്ലേ, ചോദ്യങ്ങൾ കണ്ടില്ലേ. ചോദ്യം 4 ചോദ്യമാണുള്ളത്. 4 ചോദ്യത്തിന് ഇങ്ങനെ ഉത്തരം ചെയ്ത, ഐനൽ മുഅല്ലിമു, മുഅല്ലിമ് എവിടെ, ഐനാന്ന് പറഞ്ഞാ എവിടെ, അൽ മുഅല്ലിമു, അധ്യാപകൻ എവിടെ. അധ്യാപകൻ എവിടെ ഉണ്ടാല് ഉത്തരം എഴുതാനും വളരെ എളുപ്പട്ടോ. ചോദ്യം എങ്ങനെ ചോദിക്കുക, മാ ദാലിക്ക എന്നാണെങ്കിൽ എന്ത് ചെയ്യുക, മാ ഒഴിവാക്കിയിട്ട് ദാലിക്ക എഴുതാം. അതേപോലെ ഐനൽ മുഅല്ലിമു എന്ന് വെച്ച് കണ്ടാൽ പ്രത്യേകിച്ച് രക്ഷിതാക്കൾക്ക് ഒന്ന് എന്ത് ചെയ്യുക, ആ വിഷയം പ്രത്യേകമായിട്ടൊന്ന് പറഞ്ഞു കൊടുക്കുക. ഐനൽ മുഅല്ലിമു എന്ന് ചോദിച്ചാൽ ഇങ്ങനെ എഴുതാം മക്കളെ,
ഒഴിവാക്കിയിട്ട് അൽ മുഅല്ലിമു, അധ്യാപകൻ മദ്രസയിലാണ് അല്ലെങ്കിൽ അധ്യാപകൻ ക്ലാസ്സിലാണ്. അധ്യാപകൻ സാധാരണ എവിടെ ഉണ്ടായാലും വീട്ടിലാണെന്ന് നമ്മൾ പറയുമോ? ഇല്ല. അധ്യാപകൻ സാധാരണ എവിടെ ഉണ്ടായാലും ഉമ്മ എവിടെയാണ്, അത് വീട്ടിലാന്ന് പറയും. അപ്പോ അതുപോലെ അധ്യാപകൻ ക്ലാസ്സിലാണ്. അൽ മുഅല്ലിമു ക്ലാസ്സിൽ എന്നുള്ളതിന് എങ്ങനെ പറയാ? ഫി അല്ലെ? ഫി എന്ന് പറയാം. അല എന്ന് പറഞ്ഞാൽ എന്താ? ഒരു സാധനത്തിന്റെ മുകളിൽ തൊട്ട് മുകളിലാണെങ്കിൽ അല ഉപയോഗിക്കും. അപ്പൊ അൽ മുഅല്ലിമു ഫി സ്വഫി അല്ലെങ്കിൽ അൽ മുഅല്ലിമു ഫിൽ മദ്രസതി. മുഅല്ലിം എവിടെയാണ്? മദ്രസയിലാണ്. ഫി സ്വഫി അല്ലെ? ഏതാണ് നമ്മൾ പാഠത്തിലൊക്കെ ഉള്ളത്? അൽ മുഅല്ലിമു ഫി സ്വഫി എവിടെയാണ്? ക്ലാസ്സിലാണ് അധ്യാപകൻ. ഐനൽ ഹമാമത്തു പ്രാവ് എവിടെ? ഐന എവിടെ? അൽ ഹമാമത്ത് പ്രാവ് എവിടെ? പ്രാവ് സാധാരണ എവിടെ ഉണ്ടാവല്? മരത്തിന്റെ മുകളിലാണ് ഉണ്ടാവല്. അപ്പം പറഞ്ഞു, മുകളിലാണെങ്കിൽ, ഒരു വസ്തുവിന്റെ മുകളിലാണെങ്കിൽ അലയാണ്. ഒരു വസ്തുവിന്റെ ഉള്ളിലാണെങ്കിൽ, ഇപ്പൊ നമ്മൾ കസാരിന്റെ മുകളിലായിരിക്കുക, അപ്പൊ അലൽ കുർസി എന്ന് പറയാം. വീട്ടിൽ നിന്നാണെങ്കിൽ അത് വീട്ടിന്റെ അകത്താണ്, അപ്പൊ ഫീ എന്ന് ഉപയോഗിക്കുക. ഫിൽ ബൈത്തി. മദ്രസയിൽ എന്ന് പറയുമ്പോൾ ഫിൽ മദ്രസത്തി. ഇനി ഒരു വസ്തുവിന്റെ മുകളിലാണെങ്കിൽ, പുസ്തകത്തിന്റെ മേലെ പെന്നുണ്ട്, എങ്ങനെ പറയാ? അലൽ കിതാബി ഖലമുൻ. പുസ്തകത്തിന്റെ മേലെയാണ് എന്തുള്ളത്? അല്ലെങ്കിൽ അൽ ഖലമു അലൽ കിതാബി അല്ലേ? അപ്പൊ അതുപോലെ പിന്നെ പ്രാവ് ഇടേണ്ട മരത്തിന്റെ മുകളിലാണ്, അപ്പൊ ഫീ പറ്റൂല. അല അല ഷജറത്തി, അൽ ഹമാമത്തു അല ഷജറത്തി. ഇനി മൂന്നാമത്തെ ഐനൽ കാബത്തു അൽ കാബത്തു. കാബ എവിടെയാണ്? ഉത്തരം എങ്ങനെ? അൽ കാബത്തു. ഇപ്പുറത്ത് ഐന ഒഴിവാക്കിയിട്ട് ഇതാ ആ പിന്നെ വരട്ട ഭാഗം ഉണ്ടല്ലോ, അവിടെ എന്ത് ചെയ്യാ? അൽ കാബത്തു ഫിൽ മദീന. അല്ലല്ല, മദീനത്താണോ? കാബ എവിടെയാണ്? ഫി മക്കത്ത, മക്കയിലാണ്. അൽ കാബത്തു ഫി മക്കത്ത, മക്കയിലാണ് കാബയുള്ളത്, മക്കയിൽ അല്ലേ? അപ്പൊ ഫീ നവുക. അതുപോലെ തന്നെ ഐനൽ ഇബ്നു, കുട്ടി എവിടെ? ആൺകുട്ടി എവിടെ? കുട്ടി എവിടെ ഉണ്ടാല്? വീട്ടില് അല്ലേ? അൽ ഇബ്നു ഫിൽ ബൈത്തി, അൽ ഇബ്നു ഫിൽ ബൈത്തി. അൽ ഇബ്നു അല ഷജറത്തി എന്ന് പറയാൻ പറ്റുമോ? പറഞ്ഞതിന് കുഴപ്പമൊന്നുമില്ല. മരത്തിന്റെ മുകളിലാണ് ആൺകുട്ടി എന്ന് പറയോ? അതിനെന്താ അവിടെ കയറി ഇരുന്നാല് കുഴപ്പമുണ്ടോ? ഇല്ല. സാധാരണ എവിടെ ഉണ്ടാല്? വീട്ടിലോ അല്ലെങ്കിൽ എവിടെങ്കിലൊക്കെ ആണെങ്കിൽ എന്ത് ചെയ്യാ? ഒരു ഫോട്ടോ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഫോട്ടോത്തിന് ഉള്ളതിനനുസരിച്ച് ചെയ്താ അല്ലേ? മദ്രസിന്റെ ഒരു ഫോട്ടോ കൊടുത്തിട്ട് മദ്രസിന്റെ അകത്ത് ഇങ്ങനെ കുട്ടി പഠിക്കുകയാണെങ്കിൽ അപ്പൊ എന്ത് ചെയ്യാ? അൽ ഇബ്നു ഫിൽ മദ്രസത്തി അല്ലെങ്കിൽ ഫി സൊഫി അല്ലേ? അല്ലെങ്കിൽ അദ്ദാരിസു ഫി സൊഫി, വിദ്യാർത്ഥി എവിടെയുള്ളത്? ക്ലാസ്സിലാണ് എന്നൊക്കെ പറയും. അപ്പൊ നമ്മൾ ചോദ്യം എങ്ങനെ വന്നാലും നമുക്ക് എഴുതാൻ കിട്ടണം. അതിനാണ് ഇപ്പൊ നമ്മൾ പറയുന്നത്. ഇതൊരു ജസ്റ്റ് ഒരു ചോദ്യം മാത്രം. ഇനി സമ്മിൽ അഷിയ താലിയ, താഴെയുള്ളതിന്റെ പേര് ചെയ്താ പേരറിയേ? എന്താ പേര്? താഴെ പറയുന്നവർക്ക് പേര് നൽകുക. ആ താഴെയുള്ളതിന്റെ പേരെന്താ? ചുവന്ന കളറിലുള്ള എന്താ? ആപ്പിളുൻ. അങ്ങനെ ഇതാ അല്ല, തുഫാഹത്തുൻ. അതിന്റെ അറബിയിലുള്ള പേര് അറിയാം, നമുക്കറിയാം. എന്താ? തുഫാഹത്തുൻ. അല്ല, ബൈക്കാണോ? അല്ല, കാറാണ് അല്ലേ? അപ്പൊ കാറിന് എന്താ പറയാ? സയ്യാറത്തുൻ എഴുതി കൊടുക്കുക. അതിന്റെ നേരെ എന്ത് ചെയ്യാ? സയ്യാറത്തുൻ എഴുതി കൊടുക്കുക. പിന്നെ ആ നീല കളറല്ലേ, അതിന്റെ പേരെന്താ? കോപ്പയാണോ? അല്ല, ബക്കറ്റാണ്. ബക്കറ്റിന് എന്താ പറയാ? ദൽവൻ. ഹൈ, നല്ല രസമുള്ള ബത്തക്ക. അത് ബത്തക്കയാണോ? അല്ല, അത് കർമൂസയാണ് അല്ലേ? അതിനെന്താ പറയാ? കർമൂസ, കർമ്മത്തി. പിന്നെന്താ? ഓമക്കായ എന്നൊക്കെ പറയില്ലേ? പപ്പായ എന്നൊക്കെ പറയും. പപ്പായ എന്നുള്ളൊരു പേരാണ് എന്തിന്? ബബായ. അതിന്റെ പേരെന്താ? ബബായ. അപ്പൊ അത് ഓർമ്മയിലുണ്ടാക്കുക. ഇതോ കൗന്നാണോ? അല്ല, പിന്നെന്താ പറയാ? ബക്കറത്തുൻ. ഇപ്പുറത്തുള്ള ആ നല്ല പൂങ്കോഴിക്ക് എന്താ പറയാ? ദീക്കുൻ. അത് മാറാൻ പാടില്ല. പിടക്കോഴിയാണെങ്കിൽ, മുട്ടയിടുന്ന കോഴിയാണെങ്കിൽ എന്ത് പറയും? അതിന് ദജാജത്തു എന്നാ പറയാം. ഇത് മുട്ടയിടാത്ത കോഴിയാണ് അല്ലേ? ഇതിന്റെ പേരെന്താ? ദീക്കുൻ. ഇനി അടുത്തത് കമ്മിലിൽ ഫറാഗ കമാ ഫിൽ മിസാൽ. താഴെ ഉദാഹരണം കൊടുത്തിട്ടുണ്ട്, അതുപോലെ എന്ത് ചെയ്യാം? ബാക്കിയുള്ളതിന്റെ ഒക്കെ ഇത് 4 ഉള്ളത്. ഒന്നിന്റെ എന്താണ്? ഒന്ന് എത്ര ഉള്ളത്? 7 ഉള്ളത് അല്ലെ? ഐസ്ക്രീം, നല്ല ഐസ്ക്രീമാണ്. പല നിറത്തിലുള്ള ഐസ്ക്രീം അവിടെ കൊടുത്തിട്ടുണ്ട്. അത് എത്ര? 1, 2, 3, 4, 5, 6, 7 അല്ലെ? 7 ഉള്ളൂ.
അതിനെന്ത് ചെയ്യുക, അറബിയിൽ എങ്ങനെ എഴുതുക, അതുപോലെ വട്ടത്തിൽ റൗണ്ടിൽ അതിൻ്റെ എണ്ണം എങ്ങനെയാണ് എഴുതേണ്ടത് അത് അവിടെ എഴുതി കൊടുക്കുക. ആ അക്കം എങ്ങനെ എഴുതുക, എഴുതേണ്ട രൂപം അവിടെ എഴുതി കൊടുക്കുക. എഴുതുന്നുണ്ടില്ലേ? ആ അറബിയിൽ പറയുന്ന പേരെന്താ? സബ്അത്തുൻ. ഏഴിനെന്താ അറബി പറയാ? സബ്അത്തുൻ. ഇനി എത്ര കാറുള്ളത്? 4 ഉള്ളത്. അപ്പോൾ 4 എങ്ങനെ, 4 എങ്ങനെ എഴുതുക നമുക്കറിയില്ലേ? അപ്പോൾ ആ രൂപത്തിൽ 4 എന്ന് എഴുതി കൊടുക്കുക. പിന്നെ 4 അറബിയിൽ എന്താ പറയാ? അർബഅത്തുൻ. പിന്നെ എന്താണ്? 3 ഉള്ളത്. 3 അല്ലേ? എന്താന്ന് നമ്മളിപ്പോൾ നോക്കണ്ട, അതിന് എണ്ണ എഴുതാനാ പറഞ്ഞത്. അപ്പോൾ എണ്ണ എഴുതാൻ കേട്ടോ. അപ്പോൾ എത്ര? 3 എഴുതുക. നമ്പർ ഇടുക. നമ്പർ ഇട്ടിട്ട് എന്ത് ചെയ്യുക? സലാസത്തുൻ. 3 എന്താ? സലാസത്തുൻ. ഇനി അടുത്തത് എത്ര ഫോണാണുള്ളത്? 9 ഫോണാണുള്ളത് അല്ലേ? 9 അല്ലേ ഉള്ളത്? ആ 9 ഉള്ളത്. 9 എഴുതി കൊടുക്കുക. തിസ്അത്തുൻ. അപ്പോൾ അതായി. അങ്ങനെ ഇനി ഏത് വന്നാലും സബ്അത്തുൻ 7 അല്ലേ? സമാനിയത്തുൻ 8. അങ്ങനെ എന്ത് ചെയ്യുക? സലാസത്തുൻ, അർബഅത്തുൻ, ഖംസത്തുൻ, സിത്തത്തുൻ, സബ്അത്തുൻ. അങ്ങനെ എന്ത് ചെയ്യുക? ഓരോന്ന് എഴുതി കൊടുക്കണം. അടുത്തത് നഖ്താറു മിനൽ ഖൗസൈനി വനുകമ്മിലു. എന്ത് ചെയ്യുക? ബ്രാക്കറ്റിൽ നിന്ന് തെരഞ്ഞെടുത്ത് പൂരിപ്പിക്കാനുള്ളതാണ്. ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട്, കണ്ടില്ലേ? അല, ഫി, കാണുന്നില്ലേ? അല, ഫി, അന, മാ, ഹാദ, അന്തി. അല എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞു, ഒന്നിന്റെ മേലെയാണെങ്കിൽ അല എന്ന് പറയും. ഫി എന്ന് പറഞ്ഞാൽ ഉള്ളില് അല്ലേ? ഇൽ എന്ന് പറയും. മേൽ എന്ന് പറയാം. അല എന്ന് പറഞ്ഞാൽ മേൽ, ഫി എന്ന് പറഞ്ഞാൽ ഇൽ, അന പറഞ്ഞാൽ ഞാൻ, മാ പറഞ്ഞാൽ എന്താണ്, ഹാദ ഇത്, അന്തി നീ ഒരു പെൺകുട്ടി അല്ലേ? പെൺകുട്ടിക്ക് പറയുന്ന സംഗതിയാണ് അന്തി. അന്തയാണെങ്കിൽ ആൺകുട്ടിയാണ്. അപ്പൊ ഈ ചോദ്യത്തിൽ അന്തി എന്ന് പറഞ്ഞു, വേറെ ചോദ്യത്തിൽ അന്ത എന്ന് പറഞ്ഞാൽ അത് ആണിനാ പറ്റുള്ളൂ. അന്തി എന്ന് പറഞ്ഞാൽ പെണ്ണിനാണ്. അപ്പോൾ നമ്മൾ ആദ്യം അത് നോക്കിയാൽ മതി. അന്തി എന്നുള്ളത് പെണ്ണിനെ പറ്റിയത് ഇപ്പം ഏതാണ് ഇവിടെ ഉള്ളത്? അന്തി ഉസ്താദ് എന്ന് പറ്റുമോ? നീ ഒരു ഉസ്താദാണ് പറ്റുമോ? പറ്റൂല, കാരണം എന്താ? ഉസ്താദ് ആണാണ്. അപ്പോൾ ഇവിടെ അന്തി പറ്റൂല. അന്തയാണെങ്കിൽ പറ്റും. പിന്നെ അന്തി ബൈത്തി എന്ന് പറയാൻ പറ്റുമോ? പറ്റൂല. നീ എൻ്റെ വീടാന്ന് പറയാൻ പറ്റുമോ? ഇല്ല. അന്തി മാഞ്ച അതും പറ്റൂല. യതി അതും പറ്റൂല. അന്തി ബിന്തു നമുക്ക് നോക്കിയാൽ തന്നെ പെട്ടെന്ന് കിട്ടും. ഏതാണ്? അന്തി ബിന്തുൻ. ഏതാണ്? നീ ഒരു പെൺകുട്ടിയാണ്. അത് നമുക്ക് വേഗം എഴുതാൻ പറ്റും. അപ്പൊ അങ്ങനെ ഏതാണ് അറിയുന്നത് അത് വേഗം പെട്ടെന്ന് എഴുതി വെക്കുക. ഇനി അല എന്ന് പറഞ്ഞാൽ മുകളിലാണ്. അപ്പൊ എന്ത് ചെയ്യാ? അല എന്ന് പറഞ്ഞ ഒരു സംഗതിന്റെ മുകളിലാകുമ്പം ഇതിൽ ഏതാ പറ്റിയത്? തിൽക്ക പറ്റൂല, ഉസ്താദ് പറ്റൂല, ബൈത്തി പറ്റൂല. അല ബൈത്തി ദറാജത്തുൻ. നിന്റെ വീടിന്റെ മുകളിൽ സൈക്കിൾ ഉണ്ട്. അതിന് കുഴപ്പമൊന്നുമില്ല. സൈക്കിൾ വീടിന്റെ മുകളിൽ ഉണ്ടാവുമോ? സാധാരണ ഉണ്ടാവില്ല. പിന്നെ അത് മാത്രമല്ല, നമ്മൾ എന്തെങ്കിലും എഴുതി വെച്ചാൽ പിന്നെ ചിലത് ശരിയാകാതെ വരും. ഇപ്പൊ എന്ത് ചെയ്തു? അന കണ്ടില്ലേ? അന എന്നുള്ളത് അന ബിന്തുൻ പറ്റൂല. അതിന് പറ്റും, കുഴപ്പമൊന്നുമില്ല. ഞാൻ മകളാണ്, ഞാനൊരു മകളാണ്, പെൺകുട്ടിയാണ്, ഞാനൊരു പെൺകുട്ടിയാണെന്ന് എഴുതി വെച്ചാൽ പിന്നെ അവിടെ എന്ത് ചെയ്യും? ഉസ്താദിന് എന്താ എഴുതി വെക്കാം? ഉസ്താദിന് പിന്നെ അവിടെ എഴുതാൻ പിന്നെ അവിടെ ഒന്നും ഇല്ലാതാവും. അന്തി ഉസ്താദ് എന്ന് പറയാൻ പറ്റുമോ? അത് പറ്റൂല. അപ്പൊ അത് ക്ലിയർ ആക്കിയിട്ട് വേണം എന്ത് ചെയ്യുക? ബാക്കിയുള്ളതൊക്കെ എഴുതാം. അപ്പൊ ഓരോന്ന് ശരിക്കും നോക്കിയിട്ട് വേണം കറക്റ്റാക്കി എഴുതാൻ. അപ്പൊ അന ബിന്തു എന്ന് പറഞ്ഞാൽ അത് ശരിയാവും, എഴുതിയത് ശരിയാവും. അന ബിന്തു എന്ന് പറഞ്ഞാൽ ഞാൻ എന്താണ്? മകളാണ്. അപ്പൊ അത് ശരിയാവും. പക്ഷേ ഉസ്താദ് തെറ്റായി പോവും. പിന്നെ അവിടെയും അന ഉസ്താദ് എന്ത് ചെയ്യേണ്ടി വരും? എഴുതി കൊടുക്കേണ്ടി വരും. അപ്പൊ അത് എന്ത് ചെയ്യും? കറക്റ്റ് രണ്ടിനും. അപ്പൊ ഒന്നവിടെ ബാക്കിയാവും. അപ്പൊ ബാക്കി വരാത്ത രൂപത്തിൽ എഴുതി കൊടുക്കുക. ഇപ്പൊ നമ്മളെന്ത് ചെയ്തു? അന എന്നുകൊണ്ട് എഴുതിയാൽ എന്ത് ചെയ്തു? അന ഉസ്താദുൻ. ശരിക്കും എഴുതിയാൽ എന്ത് ചെയ്യാ? മാർക്കിടാ, അതിന് കുഴപ്പമൊന്നുമില്ല. പക്ഷെ എന്ത് ചെയ്യും? ഒന്നവിടെ ബാക്കി വരും. അന ഉസ്താദ് എഴുതി, താഴത്ത് പിന്നെ അന ബിന്തു എഴുതി, അതിന് കുഴപ്പമുണ്ടോ? ഇനി വേണമെങ്കിൽ മാഞ്ച പറയാണ്, ഞാൻ അന മാഞ്ച എന്നറിയാണ്. അപ്പോഴും അതൊക്കെ ശരിയാകും. അപ്പൊ അവിടെ ബാക്കി വരും. അപ്പൊ ബാക്കി വരാത്ത രൂപത്തിൽ നമ്മൾ എഴുതി വെക്കണം. മനസ്സിലാകുന്നില്ലേ? അപ്പൊ അത് ശ്രദ്ധിക്കുക. ഫീ ഫീ എന്ന് പറഞ്ഞാ നമ്മൾ എഴുതുക. ഫീ മാഞ്ചാന്ന് പറയാം, മാങ്ങയിൽ. അപ്പൊ അത് ശരിയായില്ല. മാങ്ങയിൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ശരിയായിട്ടില്ല. ഫീ ബൈത്തി ദറാജത്തുൻ. എൻ്റെ വീട്ടിൽ സൈക്കിളുണ്ട്. ഇപ്പൊ ശരിയായി.
ഞാൻ നമ്മൾ അല ആണെങ്കിൽ എഴുതിയ അല ബൈത്തി, എൻ്റെ വീടിൻ്റെ മേൽ എന്ന് വെക്കേണ്ടി വരും. എന്ന് പറഞ്ഞാൽ മുകളിലൊന്നും ശരിക്കും എന്ത് ചെയ്യാൻ പറ്റില്ല, അതിന് മേൽന്നർത്ഥം, മനസ്സിലായേ? അപ്പൊ അതിന് പറ്റി ഏതാണ്? അല യദി സാഅത്തുൻ, എൻ്റെ കയ്യുമേൽ വാച്ചുണ്ട്, എൻ്റെ കയ്യുമേൽ വാച്ചുണ്ട്. അപ്പൊ ശരിയായി. കയ്യിൻ്റെ ഉള്ളിൽ പറ്റുമോ? ഫീ യദി എന്ന് പറയാം, എൻ്റെ കയ്യിൽ എന്ന് പറയാൻ പറ്റുമോ? ഫീ യദി സാഅത്തുൻ. ഞാൻ അങ്ങനെ വേണമെങ്കിൽ എന്ത് ചെയ്യാം, കയ്യിൽ മുറുക്കി പിടിച്ചതാണെങ്കിൽ എന്ത് ചെയ്യാം, സാധാരണ വാച്ച് ഇവിടെ ഉണ്ടായാലേ കയ്യിൽ ആരും മുറുക്കി പിടിച്ചില്ലല്ലോ, കയ്യിൻ്റെ മുകളിൽ നമ്മൾ കെട്ടല്ല ചെയ്യാം. അപ്പൊ എന്ത് ചെയ്യാം, ആലയാണ് ഉപയോഗിക്കേണ്ടത്. അപ്പോ അല യദി സാഅത്തുൻ, അപ്പൊ അത് ശരി. ഇനി മാ തിൽക്ക, അതെന്താണ്? അപ്പൊ ശരി, മാ തിൽക്ക അത് പറ്റും. ഹാദാ തിൽക്കാൻ പറ്റുമോ? ഇത് അത് എന്ന് പറയാൻ പറ്റുമോ? അത് പറ്റൂല. ഇത് അത് എന്നുള്ളത് വരുമോ? ഹാദാ തിൽക്ക എന്ന് പറയില്ല, മാ ഹ തിൽക്ക. അപ്പൊ അത് കറക്റ്റായി. ഇനി ഹാദ, ഇത് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇത് എന്താണ്? ഉസ്താദുൻ. അപ്പൊ നമ്മൾ നേരത്തെ എഴുതി അല്ലേ, ഹാദാ മാഞ്ച, ഇത് മാങ്ങയാണ്. പറ്റൂലേ? ആ പറ്റും. അപ്പൊ നമ്മള് എല്ലാം എഴുതി. അൻതി എന്താണ്? അൻതി ബിന്തുൻ. ഒന്നുകൂടി പറയാ, അലാ യദി സാഅത്തുൻ ഫീ ബൈതി ദറാജത്തുൻ അന ഉസ്താദുൻ മാ തിൽക ഹാദാ മാഞ്ച അൻതി ബിന്തുൻ. അപ്പൊ അത് ശരിയായി. ഇനി നസ്അലു വനുജീബു, ചോദിക്കാം ഉത്തരം എഴുതാം. ഐന സമക്കുൻ, മീൻ എവിടെ? മീൻ വെള്ളത്തിൽ നിന്ന് ഇരിക്കാൻ പറ്റുമോ? അറബിയിലാ ചോദിച്ച, അപ്പൊ അറബിയിൽ ഇതാണ്. അസ്സമക്കു ഫിൽ മാഇ, അസ്സമക്കു ഫിൽ മാഇ. മീൻ എവിടെയാണ്? മീൻ വെള്ളത്തിലാണ്, വെള്ളത്തിൽ. അലസമക്കിന്ന് പറ്റൂല, ഫിൽ മാഇ. അലൽ മാഇ എന്ന് പറ്റുമോ? വെള്ളത്തിന്മേൽ എന്ന് പറ്റുമോ? ഇല്ല, വെള്ളത്തിലാണ് എന്തുണ്ടാവുക, മീൻ ഉണ്ടാവുക. അപ്പൊ എന്ത് ചെയ്യാം, അസ്സമക്കു അതിനെ ഒഴിവാക്കിയിട്ട് അസ്സമക്കു ഫിൽ മാഇ. ഇനി അപ്പുറത്ത് രണ്ടാമത്തെ കണ്ടില്ലേ? ഏത് എഴുതിയാലും വേണ്ടില്ല, താഴെ എഴുതിയാലും വേണ്ടില്ല, സൈഡത്ത് എഴുതിയാലും വേണ്ടില്ല, എഴുതാം. കണ്ടില്ലേ? ഹാദിഹി ഇവിടെ ഉത്തരം കൊടുത്തിട്ടുണ്ട്, ഇത് എൻ്റെ സഹോദരിയാണ്. അപ്പൊ ഇങ്ങനെ ഇതാരാന്ന് ചോദിക്കുക, ഇതാരാന്ന് ചോദിച്ചാൽ ഇത് എൻ്റെ സഹോദരിയാണ്. അപ്പൊ ഇങ്ങനെ മൻ ഹാദിഹി, ഇതാരാ? മൻ ഹാദിഹി, ഇതാരാണ്? ഇതെന്റെ സിസ്റ്ററാണ്. ഇനി മാ ഡാഷ് അല്ലേ, മാ. അപ്പൊ താഴെ ഉത്തരം കൊടുത്തിട്ടുണ്ട് ദാലിക്ക മാഞ്ചാന്ന്. അപ്പൊ ഉത്തരം ഇതെന്നെ ഇങ്ങനെ ചോദ്യം എങ്ങനെ ചോദിക്കട്ടെ? മാ ഉത്തരം ഇതില്ലേ, ദാലിക്ക ഇത് മാഞ്ചയാണ്. ഇതെന്താന്ന് ചോദിച്ചാൽ അപ്പൊ മാ അല്ല ദാലിക്ക അല്ലേ, അത് മാങ്ങയാണ്. അപ്പം എങ്ങനെ ചോദിക്കുക, അതെന്താ? മാ ദാലിക്ക, താഴെ ദാലിക്ക മേലെ കൊണ്ട് ഇട്ടമേ, മാ ദാലിക്ക. ഉത്തരം എന്താ? ദാലിക്ക മാഞ്ച. ഇനി അവിടെ എന്ത് ചെയ്തു? മാ ദാലിക്ക എന്ന് കൊടുത്തു, ചോദ്യം കൊടുത്തിട്ട് ഉത്തരം അവിടെ എഴുതാം. എന്ത് ചെയ്തു? അവിടെ എഴുതാനുള്ള സ്ഥലം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാ, നേരെ എടുത്ത് ചെയ്ത ദാലിക്ക. മാങ്ങക്ക് എന്താ പറയാ? നമുക്കറിയാം മാഞ്ച, ദാലിക്ക മാഞ്ച. ഞാൻ അവിടെ ചോദിച്ചെന്താണ്? മാ ഹാദിഹിയ, മാ ഹാദാന്നാണെങ്കിലോ, മാ ഹാദാന്നാണെങ്കിലോ ഹാദാ മാഞ്ച. മനസ്സിലായോ? ഞാൻ അവിടെ താഴെ കൊടുത്തെന്താണ്? ഹാദാ മാഞ്ച എന്നാണെങ്കിൽ മാ ഹാദാന്ന് എഴുതി കൊടുക്കണം. ഇനി അതാ താഴെ ഉള്ളത് കണ്ടില്ലേ, മൻ ദാലിക്ക, ഇതാരാ അല്ലേ? അല്ലെങ്കിൽ എന്താണ്? മൻ ദാലിക്ക, അതാരാണ്? അപ്പൊ അതാരാണ്? ദാലിക്ക അഖീ, അതെന്റെ സഹോദരനാണ്. ദാലിക്ക അഖീ, ദാലിക്ക അഖീ, അതെന്റെ സഹോദരൻ. അതാരാന്ന് ചോദിച്ചത്, അതാരാണ്? അപ്പൊ എന്താണ്? ദാലിക്ക അഖീ, അതെന്താണ്? അത് എന്റെ സഹോദരനാണ്. അപ്പൊ അവിടെ എന്ത് ചെയ്യാ? മാ, പിന്നെ അവിടെ എന്ത് ചെയ്യാ? ചോദ്യത്തില് മൻ ചേർത്ത് കൊടുക്കുക. മൻ ദാലിക്ക, അതാരാണ്? ഒരാൾ ഇങ്ങനെ കൂടെ ഇങ്ങനെ നടന്നുകൊണ്ട് അപ്പൊ ചോദിക്കാണ്, അതാരാ? മൻ ദാലിക്ക, അതാരാണ്? അപ്പൊ പറയാണ് ദാലിക്ക അഖി, അതെന്റെ ബ്രദറാണ്. ഇനി അടുത്ത ചോദ്യം കണ്ടില്ലേ, മാ ഹാദ, ഇതെന്താണ്? ഇതെന്താ? ഇത് പെൻസിലാണ്, ഇത് പെൻസിലാണ്. ഇത് എന്നുള്ള എന്താ? അവിടെ മാ ഒഴിവാക്കിയിട്ട് ഹാദാ കലമെന്നാണോ? അല്ല, പിന്നെന്താണ്? ഹാദാ മിർസമുൻ. മാ തിൽക്ക, അതെന്താണ്? അത് ബത്തക്കയാണ് അല്ലേ, അല്ലെങ്കിൽ എന്താ കുമ്മൊട്ടിക്കയാണ്. എന്താ വേറെന്താ പറയാ? എന്തായാലും വേണ്ടില്ല, തിൽക്ക മാ ഒഴിവാക്കിയിട്ട് തിൽക്ക ബിത്തീഖത്തുൻ, തിൽക്ക ബിത്തീഖത്തുൻ. അപ്പൊ അങ്ങനെ ഇതിലെ ഇങ്ങനെ എന്ത് ചെയ്യാ, ഏത് വന്നാലും നമുക്ക് എഴുതാൻ കിട്ടണം. ഇൻഷാ അല്ലാഹ് ഉഷാറായിട്ട് എഴുതൂല്ലേ മക്കളെ?
ഇൻഷാ അല്ലാഹ് അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. നല്ല ഉഷാറായിട്ട് പഠിക്കാനും പരീക്ഷ നല്ല ഉഷാറായിട്ട് സന്തോഷത്തോടു കൂടെ എഴുതാനൊക്കെയുള്ള തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. ഇൻഷാ അല്ലാഹ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർക്ക് എന്ത് ചെയ്യുക, ഒന്ന് ഫോളോ ചെയ്താൽ വിശുദ്ധ ഖുർആനൊക്കെ സൗജന്യമായിട്ട് പ്രത്യേകിച്ച് മുതിർന്ന ആളുകൾക്കൊക്കെ പഠിക്കാൻ പറ്റിയ രൂപത്തിലുള്ള ക്ലാസ്സുകളാണുള്ളത്. താല്പര്യമുള്ളവർ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഈ വീഡിയോ ഉപകരിക്കുമെങ്കിൽ കൂട്ടുകാർക്കൊക്കെ എന്ത് ചെയ്യുക, ഒന്ന് അയച്ചു കൊടുക്കുകയും ചെയ്യാം. അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും അല്ലാഹു തആല കബൂലാക്കട്ടെ. അല്ലാഹു അവൻ്റെ യഥാർത്ഥ വിജയികളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. നമ്മെയും നമ്മുടെ മക്കളെയും അല്ലാഹു അവൻ്റെ സ്വാലിഹീങ്ങളിൽ നല്ല ദീനിലും ദുനിയാവിലും ആഖിറത്തിലും ഉപകരിക്കുന്ന മക്കളാക്കി വളർത്തി അനുഗ്രഹിക്കട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ.